നാണൂരുള്ള ചാനലില് എന്ത് സംഭവം അങ്ങോട്ടല്ല വേറെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ ഫോണില്ലേ തൃശ്ശൂർ സ്ഥലമാണ്. ഇതിൻ്റെ ആദ്യം 6 മാസം കൂടി ഉണ്ടായിരുന്നതാണ്. ഇതിനാണ് ആദ്യത്തെ പ്രതികരണം. തൃശ്ശൂരിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള പോസ്റ്റിംഗ് ആണിത്. സന്തോഷം. 6 മാസം കൂടി ഇരുന്നപ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതെ, കൊള്ളാവുന്ന സ്ഥലമാണോ? അതിന്റെ മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. നല്ല സ്ഥലമാണ്, നല്ല ആളുകളാണ്, ഒത്തിരി വികസന സാധ്യതകളുള്ളതും നിലവിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്നതുമായ. ഇപ്പോൾ എൻ്റെ പ്രീഡിസസറായിട്ടുള്ള അർജുൻ സാർ വളരെ മികച്ച രീതിയിൽ ജില്ലയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഇനി മുൻഗണനാ രീതിയിൽ എനിക്ക് ചെയ്യാനുള്ള ആദ്യം വരുന്ന 2 കാര്യങ്ങൾ ഇലക്ഷൻ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം നല്ല ഭംഗിയായ രീതിയിൽ നടത്തുക എന്നുള്ളതുമായിരിക്കും. കളക്ടർമാർക്ക് ഒരു വലിയ പ്രതിസന്ധിയാണോ? ഇന്നത്തെ പല ആരോപണങ്ങളും കേട്ടത് പശ്ചാത്തലത്തിൽ പഠിച്ചിട്ടാണോ വന്നിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. എല്ലാവരും ഭംഗിയായിട്ട് അവരുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ കൃഷ്ണതേജ സാറിൻ്റെ ഒപ്പം ഒരു പൂരം ഇവിടെ നടത്തിയിട്ടുള്ളതാണ്. ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ആയിരുന്നപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഈ വർഷത്തെ പൂരം നല്ല ഭംഗിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, താങ്ക് യു. ജൂലൈയിലാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഏകദേശം 1 വർഷം 7 മാസമായി. ഈ ഒരു കാലയളവിൽ മികച്ചതായിട്ടുള്ളൊരു സഹകരണവും സ്നേഹവും എല്ലാം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടി. ആദ്യമായി തന്നെ അതിന് വളരെ വലിയ നന്ദിയും
ഒരുപാട് കടപ്പാടുമാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്. ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായിട്ടുള്ളവർ വരെ ആ ഒരു സ്നേഹം എന്തായാലും തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് മിസ്സാവും. ഷിഗയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുള്ളതാണ്. ഈ 1.5 വർഷത്തിനുള്ളിൽ എന്തായിരുന്നു ചലഞ്ചിങ് എന്തായിരുന്നു? ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ടീമായിട്ടുള്ള ഒരു വർക്കായിരുന്നു. നമ്മൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് ഏതാണോ ലക്ഷ്യം അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരെ ഒരു പ്രധാനപ്പെട്ട ഒരു റോളായിട്ട് കണക്കാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ച്. അതുകൊണ്ട് തന്നെ ഏത് ചലഞ്ച് വന്നിട്ടുണ്ടെങ്കിലും നമുക്കത് നല്ല ഭംഗിയായിട്ട് ഓവർകം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഏതൊരു വലിയ ഉത്സവങ്ങളായാലും പൂരമായാലും കലോത്സവമായാലും നല്ല മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് ഈ ഒരു കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലുള്ള കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് പോകുന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഒന്നും കൂടെ ഞാൻ നന്ദി അറിയിക്കാനും മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും പറഞ്ഞാൽ തീരാത്ത എന്ന ആൾക്കാരുണ്ട്. എല്ലാവരോടും പറയാൻ സാധിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ടേമിലായിരുന്നു ട്രാൻസ്ഫർ വന്നത്. അതുകൊണ്ട് ഈ ഒരു അവസരം അതിനായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തൃശ്ശൂർ പൂരമാണ്. അത് കഴിഞ്ഞിട്ട് ആ കളക്ടർ മാറി തൊട്ടടുത്ത് വന്ന് ഭയം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം ഏറ്റവും മികച്ച രീതിയിൽ നടന്നു എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും പൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ എല്ലാവരോടും വന്നിട്ട് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായത്. അത് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രചോദനമായി കഴിഞ്ഞ തൃശ്ശൂർ പൂരം കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇത്രയാണ് ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചത്. നമ്മുടെ സർവീസിൽ ഇതൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ ഇത് കുറച്ച് എക്സ്പെക്ട് ചെയ്യാത്ത സമയത്തായിരുന്നു വന്നത്. പക്ഷേ സർവീസിൽ ഇതൊക്കെ ഭാഗമാണ്. ഇലക്ഷൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ട്രാൻസ്ഫർ വന്നിട്ടുള്ളത്. എക്സ്പെക്ട് ചെയ്യാതിരിക്കാൻ മാത്രം എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സാധാരണ ഇലക്ഷനായിട്ടുള്ള ഇതാണ് മുൻകൂട്ടി ജസ്റ്റ് ഒന്ന് ഒരു ഹിന്റ് തരാറുണ്ട്. നമുക്ക് പെട്ടെന്ന് ആ ഓർഡർ വന്ന ദിവസമായിരുന്നു പറഞ്ഞത്. അത്രേ ഉണ്ട്. ഈ ഹിന്റ് തരാതിരിക്കാനുള്ള കാരണം അങ്ങനെയൊന്നുമില്ല. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ശരി.